മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് കൈത്താങ്ങാവാൻ 24. എൻ്റെ കുടുംബം വയനാടിനൊപ്പം പദ്ധതിയുടെ ഭാഗമായി വയനാട് കൽപ്പറ്റ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ നാളെ പ്രേക്ഷകരുടെ ജില്ലാ സമ്മേളനം നടക്കാൻ പോകുന്നു. പരിപാടിയുടെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. കൽപ്പറ്റയിൽ നിന്ന് രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, ഈ വയനാട്ടിലെ ജില്ലാ സമ്മേളനം നമ്മളത് അതിജീവന പാതയിലുള്ളവർക്കുള്ള ഒരു ഐക്യദാർഢ്യം എന്നുള്ള നിലയിലാണ്. അവർക്ക് കൂടുതൽ സഹായങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് അങ്ങനെയൊരു ജില്ലാ സമ്മേളനം നടത്താൻ പോകുന്നത്. ഇതിനു മുമ്പും നമ്മൾ സംസ്ഥാന സമ്മേളനവും ജില്ലാ സമ്മേളനവും ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും അതിനൊക്കെ ഒരു ആഘോഷത്തിൻ്റെ സ്വഭാവം ഉണ്ടായിരുന്നെങ്കിൽ ഇത് അതിൽ നിന്നൊക്കെ മാറി ഈ അതിജീവന പാതയിലുള്ളവർക്കുള്ള ഐക്യദാർഢ്യമാണ്. വിവിധ പരിപാടികൾ നടക്കാൻ പോകുന്നു. ഒരുക്കങ്ങളൊക്കെ ഏത് ഘട്ടത്തിലാണ് രാഹുൽ? TK24 കണക്ട് എൻ്റെ കുടുംബം വയനാടിനൊപ്പം പരിപാടി നടക്കുന്ന കൽപ്പറ്റയിലെ ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിലാണ് നമ്മളുള്ളത്. അവസാനവട്ട ഒരുക്കങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിൻ്റെ ഉൾപ്പെടെ പ്രവർത്തികൾ, അവസാനവട്ട ഒരുക്കങ്ങൾ നമ്മുടെ അണിയറ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ 9 മണിക്കാണ് വയനാട് ജില്ലാ സമ്മേളനം എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പേരിൽ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ പ്രേക്ഷകരെയും ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും ദുരന്ത ബാധിതർ നമ്മുടെ പരിപാടിയിൽ ഭാഗമാകും. അതോടൊപ്പം രക്ഷാപ്രവർത്തകർ, പൊതുപ്രവർത്തകർ, ഉദ്യോഗസ്ഥർ, ഫ്ലവേഴ്സിലെയും 24ലെയും കുടുംബാംഗങ്ങൾ, കലാകാരന്മാർ, SKN അടക്കമുള്ള 24ലെ സ്റ്റാർ അവതാരകരും ഈ പരിപാടിക്ക് മിഴിവേകാൻ ഇവിടേക്ക് എത്തും. അപ്പോൾ നാളെ രാവിലെ കൃത്യം 9 മണിക്കാണ് ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിൽ പരിപാടി ആരംഭിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി നാളത്തെ ഗുഡ് മോർണിംഗ് വിത്ത് R ശ്രീകണ്ഠൻ നായർ പ്രത്യേക മോർണിംഗ് ഷോയും ഈ ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ഉൾപ്പെടുന്ന ഇവിടുത്തെ ദുരിത ബാധിത മേഖലകളിൽ നിന്നുമാണ് നാളെ നടക്കാൻ പോകുന്നതെന്ന വിവരം കൂടി നമ്മൾ പ്രേക്ഷകരെ ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. അതോടൊപ്പം ഇന്ന് നമ്മൾ ഒരു ബൈക്ക് റാലി കൂടി ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അതിജീവിക്കുന്ന വയനാടിനെ കൈത്താങ്ങാകുക, അതോടൊപ്പം തന്നെ കിതയ്ക്കുന്ന വിനോദസഞ്ചാര മേഖലയ്ക്ക് ഒരു പുതുജീവൻ നൽകുക എന്നീ ലക്ഷ്യത്തോടെയായിരുന്നു നമ്മൾ ഇന്ന് മെഗാ ബൈക്ക് റാലി സംഘടിപ്പിച്ചത്. രാവിലെ 8 മണിയോടെ മേപ്പാടിൽ നിന്നും ആരംഭിച്ച പരിപാടി കുറുവ ദ്വീപിലാണ് അവസാനിച്ചത്. T സിദ്ദിഖ് MLA ആണ് രാവിലെ പരിപാടി ഫ്ലാഗ് ഓഫ് ചെയ്തത്. നമ്മൾ വിവിധ മേഖലകളിലൂടെ, ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിലൂടെ കടന്നു ചെല്ലുകയായിരുന്നു റീജിത്ത്. അപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം വളരെ നിരാശയിലാണ്. കാരണം കഴിഞ്ഞ 6 മാസമായി വയനാട്ടിലെ ഉൾപ്പെടെ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ഉരുൾപൊട്ടൽ ഉണ്ടായത്. അങ്ങനെ വിനോദസഞ്ചാരികൾ വയനാടിനെ അപ്പാടെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതൊരു മാറ്റം വേണമെന്നാണ് ഇവിടെയുള്ള എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത്. അതിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ കൂടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അവരുടെ വിഷമങ്ങൾ നമ്മളെല്ലാം ഈ 24ലൂടെ സമൂഹത്തെ അറിയിച്ചിട്ടുണ്ട്. എന്നാണെങ്കിലും വിനോദസഞ്ചാര വകുപ്പിൻ്റെയും വനം വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയും എല്ലാ ഇടപെടൽ ഈ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഒരു കുതിപ്പേകാൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. എന്താണെങ്കിലും എൻ്റെ കുടുംബം വയനാടിനൊപ്പം പ്രത്യേക ജില്ലാ സമ്മേളനത്തിൻ്റെ ഒരുക്കങ്ങൾ കൽപ്പറ്റയിൽ അവസാന ഘട്ടത്തിലാണ്. TK, വയനാടിനെ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണ് ഈ ജില്ലാ സമ്മേളനം. ജില്ലയിലുള്ള എല്ലാവരെയും ഞങ്ങൾ ആ ജില്ലാ സമ്മേളനത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ആ ദുരന്തമുഖത്ത് വലിയ വേദന അനുഭവിക്കേണ്ടി വന്നവർ, അവരെ രക്ഷാകരം ഉയർത്തി അവരെ തിരികെ ജീവിതത്തിലേക്ക് എത്തിച്ചവർ, അങ്ങനെ ഒരുപാട് പേർ ആ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമാകും. നിങ്ങളും ആ ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കണം. ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. നാളെയാണ് ജില്ലാ സമ്മേളനം നടക്കാൻ പോകുന്നത്. രാഹുൽ സുരേഷ് അതിൻ്റെ അവിടെ നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.